അദ്ദേഹത്തിൻ്റെ 60ാമത്തെ ചോദ്യമാണ് സൂറത്തു നിസായിലെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്നുള്ള ചോദ്യം. ആ ചോദ്യം വെച്ചിട്ട് ചോദിക്കണെന്ത്, നിങ്ങൾക്ക് ഇതല്ലാത്തൊരു മനഹജ് ഉണ്ടോ? അലിമദനി, നിങ്ങൾ ശരിയായി വരണമെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി സമയമെടുക്കും, അത്രേ പറയാനുള്ളൂ. കാരണം ഈ മനഹജ് കൃത്യമായി കൊണ്ട് നടക്കുന്നവർ ഞങ്ങൾ. അലിമദനി, നിങ്ങൾ ഈ മനഹജിലാണെങ്കിൽ എത്ര ചോദ്യങ്ങൾ ഞങ്ങളിവിടെ ഉന്നയിച്ചു. കാമാ നിങ്ങൾ മുണ്ടിയോ? ഖുർആനിക്കും സുന്നത്തിക്കും അടക്കല്ലേ നിങ്ങൾ ചോദിച്ചത്? കണ്ണേറിനെ വിഷയത്തിൽ ചോദിച്ചില്ലേ? സംസം വെള്ളം, അജുവാക്കാരക്ക, സൊഫിന്റെ വിഷയം, എത്ര വിഷയങ്ങൾ ചോദിച്ചു. 3000-ഓളം അതിലധികം ഹദീസുകൾ നിങ്ങൾ തള്ളിയവരാണ്, നിഷേധിച്ചവരാണ്. എന്തേ നിങ്ങൾക്ക് ഈ ഖുർആനും സുന്നത്തും വെച്ച് ഇവിടെ ഈ പരപ്പനങ്ങാടിയിൽ ഇത്ര നിങ്ങൾ ഓടിയിട്ട് എന്തേ നിങ്ങൾക്ക് ഒന്നുപോലും തെളിയിക്കാൻ പറ്റാതിരുന്നത്? പിന്നെ എന്ത് മനഹജ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ പറയും, എന്ത് മനഹജ നിങ്ങൾക്കുള്ളത്? അപ്പോൾ ജനങ്ങളെ ഇടയിൽ എന്തെങ്കിലും പറഞ്ഞ് കബളിപ്പിച്ച് പറ്റിച്ച് രക്ഷപ്പെടാമെന്ന് അലിമദനി നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അട്ടിമറി നടത്തി, നിങ്ങൾക്ക് വ്യതിയാനം വന്നു, അതുകൊണ്ട് ശക്തമായ പ്രമാണ നിഷേധത്തിലേക്ക് നിങ്ങൾ പോയി. അതാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. 60 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു. 60 ചോദ്യങ്ങൾക്കും കൃത്യമായ പ്രാമാണികമായി നിങ്ങൾക്ക് തിരിയാവുന്ന രൂപത്തിലെ മറുപടി തന്നു കഴിഞ്ഞു.